നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ദ്വിസപ്തതിതമ സർഗ 72 സർഗത്തിലെ 1 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങൾ ചിന്തിച്ചിരുന്നു. ഇന്ന് 24 തുടങ്ങി 35 വരെയുള്ള ശ്ലോകങ്ങളൊന്ന് ഏകദേശമായി നോക്കാം. ശ്ലോകം 23. രാജാവ് ദശരഥൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഭരതൻ അതീവ ദുഃഖിതനാകുന്നു. ആ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. 23-ാമത്തെ ശ്ലോകം. മാതാമാതംഗസങ്കാശം ചന്ദ്രാർക്കസദൃശം സുതം ഉത്ഥാപയിത്വാ ശോകാർത്തം വചനം ചേതമബ്രവീത്. ഉത്തിഷ്ഠോത്തിഷ്ഠ കിം ശേഷേ രാജന്നത്ര മഹായശക ത്വദ്വിധാന ഹി ശോചന്തി സന്തഃ സദസി സമ്മതാഃ. ദാനയജ്ഞാധികാരാഹി ശീലശ്രുതിതപോനുഗ ബുദ്ധിസ്തേ ബുദ്ധിസമ്പന്ന പ്രഭേവാർക്കസ്യ മന്ദിരേ. സരുദിത്വാ ചിരം കാലം ഭൂമൗ പരിവിവൃത്യ ച ജനനിം പ്രത്യുവാചേദം ശോകൈർബഹുഭിരാവൃതഃ. അഭിഷേകക്ഷ്യന്തി രാമം തു രാജാ യജ്ഞം നുയക്ഷ്യതേ ഇത്യഹം കൃതസങ്കൽപ്പോ ഹൃഷ്ടോ യാത്രാമയാസിഷം. തദിദം ഹന്യഥാഭൂതം വ്യവതീർണം മനോ മമ പിതരം യോ ന പശ്യാമി നിത്യം പ്രിയഹിതേ രതം. അംബകേനാത്യഗാദ്രാജ വ്യാധിനാ മയ്യനാഗതേ ധന്യാ രാമാദയഃ സർവേ യൈ പിതാ സംകൃത സ്വയം. നൂനം ന മഹാരാജ പ്രാപ്തം ജാനാതി കീർത്തിമാൻ ഉപജിഘ്രേത്തു മാം മൂർധ്നി താതഃ സംനാമ്യ സത്വരം. ക്വ സ പാണി സുഖസ്പർശസ്തസ്യാക്ലിഷ്ടകർമ്മണഃ യോ ഹി മാം രാജസാ ധ്വസ്തം അഭീക്ഷണം പരമാർജതി. യോ മേ ഭ്രാതാ പിതാ ബന്ധുര്യസ്യ ദാസോസ്മി സമ്മതഃ തസ്യ മാം ശീഘ്രമാഖ്യാഹി രാമസ്യാക്ലിഷ്ടകർമ്മണഃ. പിതാ ഹി ഭവതി ജ്യേഷ്ഠോ ധർമ്മമാര്യസ്യ ജാനതഃ തസ്യ പാദൗ ഗ്രഹീഷ്യാമി സഹീദാനിം ഗതിർമമ. ധർമ്മവിദ്ധർമ്മശീലച്ഛ മഹാഭാഗോ ദൃഢവ്രതഃ ആര്യേ കിമബ്രവീദ് രാജ പിതാ മേ സത്യവിക്രമഃ. പശ്ചിമം സാധു സന്ദേശം ഇച്ഛാമി ശ്രോതുമാത്മനഃ ഇതി പൃഷ്ട്വാ യഥാ തത്ര
ത്വം കൈകേയീ വാക്യമബ്രവീത്. 72-ാം സർഗത്തിലെ 23 തുടങ്ങി 35 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും നോക്കാം. ഏകദേശമായ അർത്ഥം പദ്യം ചൊല്ലി നോക്കാം. ശ്ലോകം 24 തുടങ്ങിയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലേണ്ടത്. ശ്ലോകം 24. ഉത്തിഷ്ഠോത്തിഷ്ഠകിം ശേഷേ രാജാന്നത്ര മഹായശഃ ത്വദ്വിധാനഹി ശോചന്തി സദസി സമ്മതാഃ. കൈകേയി പുത്രനോട് പറയുകയാണ്, കീർത്തിമാനായ രാജാവേ, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. കിടന്നിട്ടെന്ത്? നിന്നെപ്പോലുള്ള സദസ്സിൽ വാഴ്ത്തപ്പെട്ടവരായ സമ്മതിയാർന്ന സത്തുക്കൾ ദുഃഖിക്കുകയില്ല. കൈകേയി ഇപ്പോഴേ മകനെ രാജാവായി സങ്കല്പിച്ചു കഴിഞ്ഞു. ശ്ലോകം 25. ദാനയജ്ഞാധികാരാഹി ശീലശ്രുതി തപോനുഗാ ബുദ്ധിസ്തേ ബുദ്ധിസമ്പന്ന പ്രഭേവാർക്കസ്യ മന്ദിരേ. ശ്ലോകം 25-ന്റെ അർത്ഥം, ബുദ്ധിസമ്പന്ന, ആദിത്യമണ്ഡലത്തിൽ പ്രഭയെന്ന പോലെയാണല്ലോ ദാനയജ്ഞാധികാരമുള്ളതും ആചാരം, ശ്രുതി, തപസ് എന്നിവയെ അനുസരിക്കുന്നതുമായ നിന്റെ ബുദ്ധി. ശ്ലോകം 26. സരുദിത്വാ ചിരം കാലം ഭൂമൗ പരിവിവൃത്യ ച ജനനിം പ്രത്യുവാചേദം ശോകൈർബഹുഭിരാവൃതഃ. അത്യന്തം ദുഃഖാർത്തനായ അദ്ദേഹം ഭൂമിയിൽ വീണുരുണ്ട് ഏറെ നേരം വിലപിച്ച് അമ്മയോട് പറഞ്ഞു. ശ്ലോകം 27. അഭിഷേക്ഷ്യന്തി രാമം തു രാജാ യജ്ഞം നുനേക്ഷ്യതേ ഇത്യഹം കൃതസങ്കൽപ്പോ ഹൃഷ്ടോ യാത്രാമയാ ശിഷം. ശ്ലോകം 27-ന്റെ അർത്ഥം, രാമാഭിഷേകമോ രാജാവ് നടത്തുന്ന യജ്ഞമോ ഉണ്ടാവുമെന്ന് സങ്കൽപ്പിച്ച് സന്തോഷിച്ചാണ് ഞാൻ യാത്ര ചെയ്തത്. ശ്ലോകം 28. തദിദം ഹ്യന്യഥാഭൂതം വ്യവതീർണം മനോ മമ പിതരം യോ ന പശ്യാമി നിത്യം പ്രിയഹിതേ രതം. ശ്ലോകം 28-ന്റെ അർത്ഥം, അതിങ്ങനെ മറ്റു വിധത്തിലായതിൽ എൻ്റെ മനസ്സ് തകർന്നു പോയിരിക്കുന്നു. പ്രിയഹിതം പാലിക്കുന്നതിൽ മനസ്സുറച്ച അച്ഛനെ കാണുന്നില്ലല്ലോ. ശ്ലോകം 29. അംബകേനാത്യഗാദ്രാജ വ്യാധിനാമയ്യനാഗതേ ധന്യാ രാമാദയ സർവേ യൈ പിതാ സംകൃത സ്വയം. ശ്ലോകം 29-ന്റെ അർത്ഥം, അമ്മേ, ഞാൻ വരും മുമ്പേ എന്തു വ്യാധി കൊണ്ടാണ് അദ്ദേഹം നിര്യാതനായത്. പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾ സ്വയം നടത്തിയ രാമാദികൾ ധന്യർ തന്നെ. ശ്ലോകം 30. നൂനം മാം മഹാരാജ പ്രാപ്തം ജാനാതി കീർത്തിമാൻ ഉപജിഘ്രേത്തു മാം മൂർധ്നി താതസംനാമ്യ സത്വരം. ശ്ലോകം 30-ന്റെ അർത്ഥം, കീർത്തിമാനായ മഹാരാജാവ് ഞാൻ തിരിച്ചെത്തിയതായി അറിയുന്നില്ലല്ലോ. അറിയുന്നുണ്ടെങ്കിൽ എന്നെ തല കുനിച്ച് ശിരസിൽ മുകരുമായിരുന്നല്ലോ. ശ്ലോകം 31. ക്വ സ പാണിസുഖസ്പർശസ്തസ്യാക്ലിഷ്ടകർമ്മണഃ യോ ഹി മാം രാജസാധ്വസ്തം അഭീക്ഷ്ണം പരിമാർജതി. എവിടെയാണ് കർമ്മനിപുണമായ ആ സുഖസ്പർശങ്ങളായ കൈയുള്ളത്?
പൊടി പറ്റിയാൽ എൻ്റെ മുഖം തുടച്ചു തരാറുള്ള ആ കൈകൾ. ശ്ലോകം 32. യോ മേ ഭ്രാതാ പിതാ ബന്ധുര്യസ്യ ദാസോസ്മി സമ്മതഃ തസ്യ മാം ശീഘ്രമാഖ്യാഹി രാമസ്യ ക്ലിഷ്ടകർമ്മണഃ. ശ്ലോകം 32 അർത്ഥം: എനിക്ക് ജ്യേഷ്ഠനും പിതാവും ബന്ധുവും ഞാൻ ദാസ്യം വഹിക്കുന്നവനുമായ കർമ്മപടുവായ രാമനെ ഉടനെ ഞാൻ വന്നതായി അറിയിക്കുക. ശ്ലോകം 33. പിതാ ഹി ഭവതി ജ്യേഷ്ഠോ ധർമ്മമാരസ്യ ജാനതഃ തസ്യ പാദൗ ഗ്രഹീഷ്യാമി സ ഹീദാനീം ഗതേർമമ. ശ്ലോകം 33 അർത്ഥം: ധർമ്മജ്ഞന് ജ്യേഷ്ഠൻ പിതാവായി തന്നെ ഇരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ കാൽ പിടിച്ച് നമസ്കരിക്കണം. അദ്ദേഹം തന്നെയാണല്ലോ ഇപ്പോൾ എനിക്ക് ഏക ആശ്രയം. ശ്ലോകം 34. ധർമ്മവിദ് ധർമ്മശീലച്ഛ മഹാഭാഗോ ദൃഢവ്രതഃ ആര്യേ കിമബ്രവീദ് രാജ പിതാ മേ സത്യവിക്രമഃ. ശ്ലോകം 34 അർത്ഥം: അമ്മേ, ധർമ്മവിത്തും ധർമ്മശീലനും മഹാഭാഗനും ദൃഢഗാത്രനും സത്യവിക്രമനുമായ അച്ഛൻ എന്താണ് പറഞ്ഞത്? ശ്ലോകം 35. പശ്ചിമം സാധു സന്ദേശം ഇച്ഛാമി ശ്രോതുമാത്മനഃ ഇതി പൃഷ്ട്വാ യഥാ തത്വം കൈകേയീ വാക്യമബ്രവീത്. ശ്ലോകം 35 അർത്ഥം: എനിക്കുള്ള അവസാനത്തെ സന്ദേശം എന്തെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ചോദിച്ചപ്പോൾ കൈകേയി നടന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായതുപോലെ പറഞ്ഞു കേൾപ്പിച്ചു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.